നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ, അതായത് പ്രേതബാധ, അതേപോലെ ഈ പറയുന്ന കൂടോത്രം, അഭിചാരം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്ന സൊല്യൂഷൻസ് അത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ല, ഈ പറയുന്ന സർപ്പദോഷമോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ലൊരു എനർജി റീഡറിൻ്റെ അടുത്തോട്ട് പോവുക, നല്ലൊരു എനർജി റീഡിങ് എടുക്കുക. ഇതിനൊരു പെയ്ഡ് സർവീസ് ആയിരിക്കുള്ളൂ. എത്രയാണ് പേ ചെയ്യണമെന്ന് അവർ പറയും. അത് പേയ്മെൻറ്റ് ഇട്ടുകൊടുത്താൽ മാത്രമേ അവർ നോക്കുകയുള്ളൂ നമ്മുടെ ചാർട്ട്. എന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ആക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിലോട്ട് ഒരാൾ എത്തി നോക്കുക തന്നെ ഒരു കർമ്മമാണ്. അതിന് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്നത് അതിനേലും വലിയ കർമ്മമാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവൻ്റെ കർമ്മം ഒരാളും വലിച്ചെടുക്കാൻ നോക്കാറില്ല. അതിപ്പോൾ എത്ര വലിയ കൊടികുത്തിയ മന്ത്രവാദിയായാലും പോലും എടുക്കില്ല. അൺലെസ് ആൻഡ് അൺടിൽ അയാൾക്ക് ഊർജ്ജവിനിമയം ഉണ്ടാക്കണം. എങ്ങനെ ഊർജ്ജവിനിമയം ഉണ്ടാക്കണം? ഒന്നില്ലെങ്കിൽ പൈസ ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ സർവീസസ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ഇത് ഞാനല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്, വേറൊരാളാണ്. സോറി, അത് ഞാൻ പറയുന്നുണ്ട് ഇപ്പോഴേ. എനിക്ക് നിങ്ങളുടെ 10 രൂപ പോലും വേണ്ട, ഒറ്റ രൂപ പോലും വേണ്ട. ഓക്കെ, ഞാനൊരു സർവീസ് മാത്രമായിട്ടാണ് ഇത് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും എന്നിലൂടെ രക്ഷപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ പോവുക, അതെനിക്കും പുണ്യമാണ്. ചെയ്തിരുന്ന എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അല്ലാണ്ട് ഇതിൽ നിന്ന് എനിക്ക് 10 രൂപ പോലും കമ്മീഷൻ, ഒറ്റ രൂപ പോലും എനിക്ക് കമ്മീഷൻ കിട്ടുന്നില്ല. ഓക്കെ, അത് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ആ കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് എന്താ, എനിക്കിപ്പോൾ ഒരു 10 രൂപ അതിൽ നിന്ന് കമ്മീഷൻ കിട്ടണമെങ്കിൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് ചിലപ്പോൾ 100 രൂപ ഇറങ്ങിപ്പോവും. അതാണ് സ്പിരിച്വാലിറ്റിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഞാൻ അതിനകത്ത് സർവീസസ് കൊടുക്കുന്നില്ലെങ്കിൽ അതെനിക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്നൊരു പരിപാടിയാണ്. എന്തിനാണ് നമ്മൾ ഈ പറയുന്ന പോലെ അനാവശ്യമായിട്ട് വേണ്ടാത്തടത്ത് പോയിട്ട് ചുണ്ണാമ്പ് വേക്കണ സ്വഭാവം വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പരിപാടീസൊക്കെ ക്ലോസ് ചെയ്യുന്നത്.